Role of Information Technology in CRM. Lesson 12. eCRM. eCRM is the application of CRM to an e-business strategy. eCRM എന്ന് പറയുന്നത് ഇലക്ട്രോണിക് CRM ആണ്. അത് എന്താണ് ഈ ബിസിനസ് സ്ട്രാറ്റജിക്ക് ഉപയോഗിക്കും. CRM സോഫ്റ്റ്വെയർ ആണ്. eCRM is the use of online tools and digital technologies to interact with the customers, manage data and improve customer relationship. അതായത് ഒരു ഓൺലൈൻ ടൂളാണ്. ഡിജിറ്റൽ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് കസ്റ്റമേഴ്സ് മാനേജ് ഡാറ്റ ആൻഡ് ഇംപ്രൂവ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു ഓൺലൈൻ ടൂളാണ് eCRM എന്ന് പറയുന്നത്. അത് ട്രാക്കിംഗ് ആൻഡ് അനലൈസിങ് ഡാറ്റ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മർച്ചൻ്റ് ആൻഡ് കസ്റ്റമർ ഡിസ്റ്റൻസ് ആണെങ്കിലും അത് കളക്ട് ചെയ്യാൻ പറ്റുന്നു. ലെസ് എക്സ്പെൻസീവ് ആണ്. റിപ്പീറ്റ് കസ്റ്റമേഴ്സിന് ലൈഫ് ടൈം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നു. പിന്നെ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു. എംപ്ലോയി ട്രാക്കിംഗ് ഡിവൈസസ് ഉപയോഗിക്കാൻ പറ്റുന്നു. ID കാർഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിക്ക് ത്രൂ ബാനർ അഡ്വർടൈസ്മെൻറ്റ് അതൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നു. ട്രാക്കിംഗ് അനലൈസ് ഡാറ്റ, വെബ് ബഗ്സ് ആൻഡ് ക്ലിയർ ജിപ്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ലോഗ് ഫയൽസ് അനാലിസിസ് ചെയ്യുക, ഡാറ്റ മൈനിങ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ പർപ്പസിനും ഉപയോഗിക്കുന്നതാണ് eCRM എന്ന് പറയുന്നത്. ഒരു CRM സോഫ്റ്റ്വെയർ ആണ്. ഇലക്ട്രോണിക്കിൽ ഓൺലൈനായിട്ട് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ്. ഇനി കുക്കീസ് എന്ന് പറഞ്ഞാൽ എ സ്മോൾ ടെക്സ്റ്റ് ഫയൽ സ്റ്റോർഡ് ഇൻ വെബ്സൈറ്റ് ഇൻഡിവിജ്വൽ യൂസേഴ്സ് ഡിവൈസ് ദറ്റ് കളക്ട് ബ്രൗസിംഗ് ബിഹേവിയർ ഡാറ്റ ടു സപ്പോർട്ട് CRM ആക്ടിവിറ്റീസ് ലൈക്ക് പേഴ്സണലൈസ്ഡ് ആൻഡ് കസ്റ്റമർ ട്രാക്കിംഗ്. അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് കുക്കീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ടെക്സ്റ്റ് ഫയലാണ്. ഇത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിലെ അവരുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ അവർ ഏതൊക്കെയാണോ സെർച്ച് ചെയ്യണത് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട്, നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു. അതായത് ഇപ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ നമ്മൾ ഏതെങ്കിലും ഒരു ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ, ഇൻഡിവിജ്വലിൻ്റെ ആ ബിഹേവിയർ CRM സോഫ്റ്റ്വെയർ വഴി, ഈ കുക്കീസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അത് അനലൈസ് ചെയ്യാൻ പറ്റുന്നു. ഇന്ന പ്രൊഡക്റ്റാണ് അവർ സെർച്ച് ചെയ്യുന്നത് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നു. അത് നമുക്ക് ഒരു സ്മോൾ ടെക്സ്റ്റ് ഫയലുണ്ട് ഇൻഡിവിജ്വൽ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ, നമ്മുടെ ഡിവൈസിലായിരിക്കും അത് ചെയ്യുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടുന്നു. അത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നു. ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള, അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നു. അങ്ങനെ ഒരു സ്മോൾ ടെക്സ്റ്റ് ഫയലിനെയാണ് ഈ കുക്കീസ് എന്ന് പറയുന്നത്. നമ്മുടെ കസ്റ്റമർ ബിഹേവിയർ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഡിവൈസാണ്, ഒരു ഫയലാണ് ഈ കുക്കീസ് എന്ന് പറയുന്നത്. ദെൻ ഡസ് നോട്ട് ഇൻട്രാക്ട് ദ ഇൻഫർമേഷൻ സ്റ്റോർ ഇൻ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഡിവൈസിലാണ് നമ്മളത് സെർച്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ബിഹേവിയർ അവർക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നു. റീഡ് കോസ്റ്റ് സെറ്റ് പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നിന്നകം ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു. ഡെഗവേറ്റ് ചെയ്യാൻ പറ്റുന്നു. രജിസ്റ്റർ ചെയ്യാനും പേഴ്സണലൈസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇത് ഹെൽപ്ഫുൾ ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഇൻ്റലിജൻ്റ് ഏജൻറ്റ്. It is an autonomous entity that observes, learns and take action to achieve desired objective. നമ്മൾ പുതിയൊരു പ്രോഗ്രാമാണ് വെബ് അസിസ്റ്റ് ടു യൂസർ കംപ്ലീഷൻ ഓഫ് ദ സ്പെസിഫിക് ടാസ്ക്. ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സെർച്ചിങ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഓട്ടോമാറ്റിക് ടാസ്ക്. അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് അവർ തന്നെ ആ ടാസ്ക് പെർഫോം ചെയ്തിട്ടുണ്ടാകും. ആ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആക്ഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓൺലൈൻ ടൂളാണ് ഇൻ്റലിജൻ്റ് ഏജൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പേഴ്സണലൈസേഷൻ ആൻഡ് പ്രൈവസി എന്ന് പറയുന്നത്. പേഴ്സണലൈസേഷൻ ആൻഡ് പ്രൈവസി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, കസ്റ്റമേഴ്സ് സെർച്ച് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവർക്കറിയാം. പക്ഷേ അത് പ്രൈവറ്റ്ലി നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് പേഴ്സണലൈസേഷൻ. പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ പ്രൈവസി എന്ന് പറഞ്ഞാൽ അത് സേഫ് ഗാർഡായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കുക. പേഴ്സണലൈസ്ഡ് കൺസോർഷൻ, അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്താൽ ആ ഡീറ്റെയിൽസ് അവർക്ക് മാത്രമാണ് അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയുള്ളൂ. അലയൻസ് മേജർ വെബ്സൈറ്റ് അറ്റംപ്റ്റ് ടു അക്കോമഡേറ്റ് ദോസ് ഇൻഡിവിജ്വൽ ഹു പ്രിഫർ ഹാവ് ദെയർ വെബ് എക്സ്പീരിയൻസ് ടൈലറിങ്. അവരുടെ വെബ് എക്സ്പീരിയൻസ് ഏതാണ് കൂടുതൽ അവർ സെർച്ച് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ടൈലർ ചെയ്യാനായിട്ട് അത് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി കോൺടാക്റ്റ് സെൻറ്റേഴ്സ്. ട്രഡീഷണൽ കോൾ സെൻറ്റേഴ്സ്, ഹൗസ് സെൻറ്റേഴ്സ്, കോൺടാക്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ എന്ത് ചെയ്യുന്നു, കസ്റ്റമർ സർവീസൊക്കെ പ്രൊവൈഡ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള
ഒരു സോഫ്റ്റ്വെയറാണ്. ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ ചാനലാണ് ഈ കോൺടാക്റ്റ് സെൻറ്റർ. ഡിജിറ്റലി എന്ത് ചെയ്യുന്നു, നമുക്ക് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അത് കസ്റ്റമർ സർവീസ് സെൻറ്റർ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ഓൺലൈൻ ടൂളാണ്. അതിലൂടെ നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കോൺടാക്റ്റ് സെൻറ്റർ എന്ന്. നെക്സ്റ്റ് ഇമെയിലാണ്. മെയിൽ അയക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പ്രൊവൈഡ് ലെസ് എക്സ്പെൻസീവ് കസ്റ്റമർ സർവീസ് സൊല്യൂഷൻ. നമുക്ക് ക്വസ്റ്റ്യൻസ് കമൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കൊടുക്കാനും ഡിമാൻഡ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇമെയിൽ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഓൺലൈൻ ടെക്സ്റ്റ് ചാറ്റ്. ഇതിൽ കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. ടെക്സ്റ്റ് ചാറ്റിംഗ് ആണ് സാധാരണ ഓൺലൈനിലൂടെ നടത്തുന്ന ടെക്സ്റ്റ് ചാറ്റ്. നമ്മൾ ഇൻസ്റ്റാനിയസ് ആയിട്ട് ഇൻഫർമേഷൻസ് കിട്ടും. വോയിസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. VoIP വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ചാൽ വോയിസൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ടെക്സ്റ്റ് ചാറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി സെയിൽസ്ഫോഴ്സ് ഓട്ടോമേഷൻ. സെയിൽസ്ഫോഴ്സ് ഓട്ടോമേഷൻ refers to the use of software tools to automate sales tasks such as lead management, contact tracking, sales forecasting and reporting. അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന സെയിൽസ് ലീഡ് മാനേജ് ചെയ്യുക, കോണ്ടാക്റ്റ് ട്രാക്ക് ചെയ്യുക, സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ് സെയിൽസ് ഫോഴ്സ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അസിസ്റ്റ് ദ കമ്പനീസ് ഇൻ ദ സെയിലിംഗ് പ്രോസസ് ഇൻക്ലൂഡിങ് മീനിങ് ആൻഡ് ഡിസ്കവറിങ് ലീഡ്സ്, മാനേജിങ് കോണ്ടാക്റ്റ്, അതർ സെയിൽസ് ഫോഴ്സ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എന്താ പറയുന്നത് സെയിൽസ് ഫോഴ്സ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അത് പേഴ്സണലായിട്ടുള്ള ആൾക്കാർ അവിടെ വേണമെന്നില്ലേ, പേഴ്സണലായിട്ടും അത് പ്രൊവൈഡ് ചെയ്യും. Then customers want human contact in some point throughout the purchasing process, especially high priced items. കുറേ കാര്യങ്ങളിൽ നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യുക. പക്ഷേ ചില കാര്യങ്ങളിൽ അവർ പേഴ്സണലി കോണ്ടാക്റ്റ് വേണം എന്ന് തന്നെ പറയും. അങ്ങനെയുള്ള സമയത്ത് മാത്രമാണ്, അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് മാത്രമാണ് പേഴ്സണൽ കോണ്ടാക്റ്റ്. ബാക്കിയുള്ളതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർസാണ്. ഓക്കെ.